കുക്കിംഗ് ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തിരുവാതിര പുഴുക്കുണ്ടാക്കിയാലോ? അപ്പോൾ നാളെയാണ് തിരുവാതിര, എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പുഴുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് കാണിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും ഇത്. ഓരോ നാട്ടിലും ഓരോ തരത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഞങ്ങൾ ചെയ്യാറുള്ള പോലത്തെ തിരുവാതിര പുഴുക്കിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ വൻപയർ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ചിലർ വൻപയറും മുതിരയും കൂടെ മിക്സ് ചെയ്തെടുക്കും, ചിലർ ചെറുപയർ എടുക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ ഇത് മധുരക്കിഴങ്ങാണ്, പിന്നെ കാച്ചിൽ, ചേമ്പ്, നേന്ത്രക്കായ, അതേപോലെ തന്നെ ചേന, കൂർക്ക, പിന്നെ ഞാനിവിടെ ചെറിയൊരു കഷ്ണം കപ്പയും കൂടെ ഇടുന്നുണ്ട്. കപ്പ സാധാരണ തിരുവാതിരപ്പുഴുക്കിൽ ഉപയോഗിക്കാറില്ല, എങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ചെറുകിഴങ്ങ്, നനകിഴങ്ങ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ചെറുകിഴങ്ങെന്നാണ് അത് മിക്കവാറും സ്ഥലങ്ങളിൽ പറയുന്നത്, ചിലയിടത്ത് നനകിഴങ്ങെന്നും പറയും. അപ്പോൾ അത് എനിക്കിതിവിടെ ഇന്ന് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് കുറച്ച് അധികം വേണമെങ്കിൽ, ഞാനിന്ന് കുറച്ചൊരു വലിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്, എങ്കിലും ഇത് മുഴുവനൊന്നും എടുക്കുന്നില്ല, എല്ലാത്തിൻ്റെ ഓരോ പീസാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കാച്ചിലിൻ്റെയൊക്കെ നമുക്കൊരു ചെറിയൊരു കഷ്ണം, ഇതിൻ്റെ ഒരു പകുതി പീസൊക്കെ മതിയാവും. അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം കൂടെ ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെക്കാം. അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലുള്ള പീസാക്കി വേണം കട്ട് ചെയ്യാനായിട്ട്, തീരെ ചെറുതാക്കി കട്ട് ചെയ്യരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പയറൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കിട്ടിട്ട് ഈ പയറൊന്ന് വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാവും. എല്ലാ പയറുവർഗ്ഗങ്ങളും നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെ ഒന്ന് ചൂടാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പയറിവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകി കുറച്ച് സമയം നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇതവിടെ അങ്ങനെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ കുതിർക്കാൻ വെച്ച പയറാണിത്. അതിപ്പോൾ അത്യാവശ്യം ഒരു 2 മണിക്കൂറോളം ഇരുന്നിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറൊക്കെ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു കുക്കറിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം ചിലപ്പം കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് ഉപ്പിടാതെ ഇത് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 5-6 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. അതെല്ലാം അത്യാവശ്യം കുറച്ച് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കഴുകി വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കളറിനൊരു ചേഞ്ച് വരും, അതുകൊണ്ടെല്ലാം വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലാകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനതവിടെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് കുക്കറാണ്. അപ്പോൾ ഇതിലേക്ക് കഷ്ണങ്ങളെല്ലാം ഒന്ന് കഴുകി ഇടുകയാണ്. അപ്പോൾ ഈ കുക്കറിൽ ഇട്ടപ്പോൾ തന്നെ അത് നിറഞ്ഞു പോയി. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്കൊരു 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് എരിവ് അങ്ങോട്ട് മുമ്പിലാവേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇത്രയും കഷ്ണം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും മുളക് പൊടി ചേർക്കുന്നത്. പിന്നെ നമ്മളൊരു 2 പച്ചമുളക് തേങ്ങ അരയ്ക്കുന്ന അരപ്പിൻ്റെ കൂടെ ചേർക്കുന്നതുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളിൽ പിടിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി വലിയ കുക്കറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൻപയറിൻ്റെ മുകളിലേക്ക് തന്നെ, വൻപയർ കുക്കറിൽ വേവിച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കഷ്ണങ്ങൾ വെച്ചിട്ട് ഒന്നിച്ച് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരുപാട് വലിയ കുക്കർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ 2ആയിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു സ്റ്റീം വരുന്നവരെ, ഒരുപാട് വേണ്ട, അപ്പം നിറച്ച് കഷ്ണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു സ്റ്റീം വരുന്നവരെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. കുക്കറിൽ കൊള്ളാത്തത് കൊണ്ട് ഞാൻ മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ണങ്ങൾ ഞാൻ ഈ വൻപയറിൻ്റെ കൂടെ തന്നെ ഇടുകയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം കൂടെ ഒരൊറ്റ പാത്രത്തിൽ വേവിക്കേണ്ട കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് ഉരുളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചൊരു പാത്രത്തിലിട്ട് തന്നെ വേവിക്കാവുന്നതാണ്. ഇപ്പോൾ കുക്കറാകുമ്പോൾ വേഗം തന്നെ കുക്കായി കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് ഈ വൻപയറിൻ്റെ മുകളിൽ നിരത്തി വെച്ചിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് അതും ഒന്ന് ഒരൊറ്റ സ്റ്റീം വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്, അപ്പോൾ ഞാനൊരു അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേഗം തന്നെ നമുക്ക് വെന്ത് കിട്ടും.
അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമ്മൾ വേവിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അരപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ സൈഡിൽ ഇരുന്നിട്ട് ഈ കഷ്ണങ്ങളും ഒന്ന് വേകട്ടെ. മറ്റേ സൈഡിൽ ഏകദേശം ഒരു പകുതി വേവായി കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞു. 2 കുക്കറിലാക്കി വെച്ചിരുന്ന എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു വലിയ പാത്രത്തിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാൻ പറ്റണം നന്നായിട്ട്. അതുപോലെയുള്ള കുറച്ച് ചൂട് കട്ടിയുള്ളതും കുറച്ച് പരപ്പനായിട്ടുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ആ വൻപയർ വേവിച്ചത്, അതിൻ്റെ കൂടെ കുറച്ച് കഷ്ണം ഇട്ടത് അത് ഇതിലേക്ക് ചേർത്തു. പിന്നെ ബാക്കിയുള്ള വേവിച്ച കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യമേ ഇട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകരുത്. അത്യാവശ്യം കഷ്ണങ്ങളൊന്ന് ഉടഞ്ഞ് കിട്ടണം. എന്നാലും നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുകയും വേണം. ആ ഒരു രീതിയിലായിരിക്കണം തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 2 3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് അതും ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ ഒരു 2-3 അല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അധികമായിട്ട് ചേർക്കാം. ചിലർക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്ര പിടിക്കില്ല. പക്ഷേ ഇതെല്ലാം ഗ്യാസ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി കുറച്ച് ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് അരച്ച് ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ കട്ടിയായിട്ട് അരച്ച് നമുക്ക് ഈ അരപ്പിലേക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ ഒരു അരപ്പിലോ അല്ലെങ്കിൽ കഷ്ണങ്ങളുടെ മുകളിലോ ഉപ്പൊക്കെ ചേർത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി മുറി തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ കുറഞ്ഞു പോകരുത്. ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, ഒരിക്കലും കുറഞ്ഞു പോകരുത്. ആ തേങ്ങയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ നമുക്ക് കഴുകി ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ചൂടാക്കുമ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വന്നോളും. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇതിൽ വെന്തിങ്ങനെ ഉടഞ്ഞിട്ടുണ്ടാവും. കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ കാണാവുന്ന പോലെ കിടക്കുകയും ചെയ്യും. അപ്പോൾ ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാകണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അരപ്പിൻ്റെ മുകളിലൊക്കെ അരപ്പൊക്കെ ചേർത്ത ശേഷം ഇതൊന്ന് തിളച്ച് ഇങ്ങനെ വരണം. മുകൾ ഭാഗം ഇങ്ങനെ തിളയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുവരെ ഇതൊന്ന് വേവിക്കുക. തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതിയാവും. എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ നോക്കുക ഉപ്പും എരിവൊക്കെ പാകത്തിനാണോ എന്ന്. അപ്പോൾ എന്ത് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ തേങ്ങയുടെ അരപ്പൊക്കെ ഇട്ട ശേഷം എല്ലാം കൂടെ യോജിപ്പിച്ച് വെച്ചു. ഇപ്പോൾ തിളയൊക്കെ ഇങ്ങനെ വരുന്ന നമുക്ക് കാണാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സൈഡൊക്കെ കൂട്ടി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കി. ഉപ്പും എരിവും ഒക്കെ നല്ല പാകത്തിനുണ്ട്. അപ്പോൾ നമ്മുടെ തിരുവാതിരപ്പുഴുക്ക് ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതിൽ ഫൈനലായിട്ട് 2 കാര്യങ്ങളും കൂടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അതേപോലെ കുറച്ച് കറിവേപ്പില കുറച്ച് നന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങ അരച്ചപ്പോഴും കുറച്ച് കറിവേപ്പില അതിൽ ലാസ്റ്റ് ഇട്ടിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും കൂടെ ടേസ്റ്റാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. കറിവേപ്പില ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ തിരുവാതിരപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം.